എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരള എക്കണോമിയുടെ 4ാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വരാൻ പോകുന്ന KS എക്സാമിനും അതുപോലെ തന്നെ സെക്രട്ടറീസ് മെയിൻസ് എക്സാമിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കേരള എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേരള എക്കണോമിയുടെ ഇതിനു മുമ്പത്തെ 3 ക്ലാസ്സിൻ്റെയും വീഡിയോസിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിയുടെ സെക്ടറൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് സെക്രട്ടറീസ് മെയിൻസ് പേപ്പർ 2 വേണ്ടി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള പാക്കേജിന് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം കോൺടാക്ട് നമ്പർ വഴി ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ എക്കണോമിയുടെ കാര്യം ആയിക്കോട്ടെ അല്ലെങ്കിൽ കേരള എക്കണോമിയുടെ കാര്യം ആയിക്കോട്ടെ, 3 എക്കണോമിക് സെക്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് പ്രൈമറി സെക്ടർ, രണ്ടാമത്തെ സെക്കൻഡറി സെക്ടർ, മൂന്നാമത്തെ ടേർഷ്യറി സെക്ടർ. ഇനിയിപ്പോൾ നമ്മൾ ഈ സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് ടേബിൾസ് വെച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേരള എക്കണോമിക് റിവ്യൂവിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 പ്രധാനപ്പെട്ട ടേബിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ഒരു ടേബിളിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റും. പ്രധാനപ്പെട്ട ഒരുപാട് ഫാക്റ്റുകളുണ്ട്, വളരെ പ്രധാനപ്പെട്ട കുറേ ട്രെൻഡുകളുണ്ട്. അതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. ആ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളും നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ പ്രധാനപ്പെട്ട ട്രെൻഡുകളൊക്കെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ള പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് പിന്നീട് വളരെ യൂസ്ഫുൾ ആവുന്നതാണ്. കേരള എക്കണോമിക് റിവ്യൂ 2024 കൊടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടേബിളാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. GVA അതുപോലെ തന്നെ GSVA എക്കണോമിക് കൺസെപ്റ്റ്സ് ആയിട്ടുള്ള ഗ്രോസ് വാല്യൂ ആഡഡ് അതുപോലെ തന്നെ ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ്, ഈ 2 കൺസെപ്റ്റ്സ് എന്താണ് നമ്മൾ എക്കണോമിക്സ് പഠിച്ചിട്ടുള്ളതാണ്. എക്കണോമിക്സിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റാണ്, അതുകൊണ്ട് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. ഓരോ സെക്ടറിലും എംപ്ലോയ്മെൻറ്റിനുള്ള കോൺട്രിബ്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം അതിലേക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആദ്യം ഈ GVA GSVA ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെക്ടറൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം 3 സെക്ടേഴ്സാണുള്ളത്. പ്രൈമറി സെക്ടർ, രണ്ടാമത്തെ സെക്കൻഡറി സെക്ടർ, മൂന്നാമത്തെ ടേർഷ്യറി സെക്ടർ. പ്രൈമറി സെക്ടറിൻ്റെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള GVAയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 16.65% ആണ്. പ്രൈമറി സെക്ടറിൻ്റെ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള GVAയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 16.65% ആണ്. ഇനി കുറേ കൂടെ സ്പെസിഫിക് ആയിട്ട് കേരളത്തിൻ്റെ GSVA ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡറിലേക്ക് കടക്കുമ്പോഴേക്കിന് പ്രൈമറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 8.78% ആണ്. ഈ 2023-24 ഡാറ്റയാണ് ഞാൻ പറയുന്നത്. അത് പ്രകാരം പ്രൈമറി സെക്ടറിന് കേരളത്തിൻ്റെ GSVAയിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 8.78% ആണ്. ഇപ്പോൾ നാഷണൽ ലെവലിലേക്ക് നോക്കുവാണെങ്കിൽ പ്രൈമറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ 16.65% ആണ്. അതിൻ്റെ ഓൾമോസ്റ്റ് പകുതി മാത്രമാണ് കേരളത്തിലേക്ക് കടക്കുമ്പം പ്രൈമറി സെക്ടറിൻ്റെ വരുന്നത്. ഒരു പ്രധാനപ്പെട്ട ട്രെൻഡാണ്. അതായത് നാഷണൽ ലെവലിൽ ഇപ്പോഴും പ്രൈമറി സെക്ടറിന് ഏകദേശം 16% GVAയിൽ കോൺട്രിബ്യൂഷൻ ഉള്ളപ്പോഴേക്കിന് കേരളത്തിൽ ഈ പറയുന്ന പ്രൈമറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ നന്നായിട്ട് കുറഞ്ഞ് 8.78% മാത്രമാണ്. നമുക്കറിയാം പ്രൈമറി സെക്ടറിൽ പ്രധാനമായിട്ടും വരുന്ന അഗ്രികൾച്ചർ സെക്ടറാണ്. അഗ്രികൾച്ചർ സെക്ടറിന് നാഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ ഇപ്പോഴും അഗ്രികൾച്ചർ സെക്ടറിന് GVAയിൽ 14.52% കോൺട്രിബ്യൂഷൻ ഉള്ളപ്പോഴേക്കിന് കേരളത്തിലേക്ക് കടക്കുമ്പോൾ അതിലും വെറും 8.3% മാത്രമാണ് കോൺട്രിബ്യൂഷൻ വരുന്നത്. പ്രധാനപ്പെട്ട ഒരു ട്രെൻഡാണ്. സെക്കൻഡറി സെക്ടറിലേക്ക് നോക്കുമ്പോഴേക്കിന് സെക്കൻഡറി സെക്ടറിന് ഓൾ ഇന്ത്യ ലെവലിൽ GVAയിലുള്ളൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 28.74% ആണ്. കേരളത്തിലേക്ക് കടക്കുമ്പം സെക്കൻഡറി സെക്ടറിൻ്റെ ഓവറോൾ GVAയിലുള്ള കോൺട്രിബ്യൂഷൻ, കേരളത്തിൻ്റെ GSVAയിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 26.97% ആണ്. ഓൾമോസ്റ്റ് സെയിം ആണ്. നാഷണൽ ലെവലിലും കേരളത്തിൻ്റെ GSVA ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം കോൺട്രിബ്യൂഷനാണ് സെക്കൻഡറി സെക്ടറിനുള്ളത്. ഇനിയിപ്പോൾ ടേർഷ്യറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടറിലേക്ക് കടക്കുമ്പോഴേക്കിന് സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടേർഷ്യറി സെക്ടറിൻ്റെ ഇന്ത്യയിൽ മൊത്തത്തിൽ GVAയിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 54.61% ആണെങ്കിൽ കേരളത്തിലേക്ക് കടക്കുമ്പോൾ കുറേയും കൂടെ സർവീസ് സെക്ടർ ഓറിയൻ്റ് അല്ലെങ്കിൽ കുറേയും കൂടെ ടേർഷ്യറി സെക്ടർ ഓറിയൻ്റ് ആണ് കേരള എക്കണോമി. കേരള എക്കണോമിയുടെ ഭാഗമായിട്ട് നോക്കുമ്പം ടേർഷ്യറി സെക്ടറിൻ്റെ GSVAയിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 64.25% ആണ്. അത് ഓൾ ഇന്ത്യ ലെവലിനേക്കാളും കൂടുതലാണ് കേരളത്തിൽ ഈ പറയുന്ന സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടേർഷ്യറി സെക്ടറിനുള്ള GSVAയിലുള്ള കോൺട്രിബ്യൂഷൻ. അതൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ട്രെൻഡാണ്. ഈ പറയുന്ന ഫാക്റ്റുകളെല്ലാം ഒന്ന് ഓർത്തിരുന്നില്ലെങ്കിലും ഈ കാര്യങ്ങൾ, ഈ പറയുന്ന ട്രെൻഡുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ചോദ്യങ്ങൾ വരാൻ നല്ല രീതിയിൽ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഓരോ സെക്ടേഴ്സിലുള്ള സബ് സെക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് പ്രധാനമായും അഗ്രികൾച്ചർ ആണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് പ്രൈമറി സെക്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പണൻറ്റ്. ആ 8.78%-നകത്ത് 8.3% വരുന്നത് അഗ്രികൾച്ചർ, ലൈവ് സ്റ്റോക്ക്, ഫോറസ്ട്രി ആൻഡ് ഫിഷിംഗ് ആണ്.
വെറും 0.48% ആണ് മൈനിങ് ആൻഡ് കോറിങ് വരുന്നത്. ഇതിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് മൈനിങ് ആൻഡ് കോറിങ് വരുന്നത് പ്രൈമറി സെക്ടറിന്റെ ഭാഗമാണ്. പ്രൈമറി സെക്ടറിന്റെ ഭാഗമാണ് മൈനിങ് ആൻഡ് കോറിങ് വരുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പല കുട്ടികൾക്കും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. അതുകൊണ്ട് ഓർത്തിരിക്കുക, മൈനിങ് വരുന്നത് പ്രൈമറി സെക്ടറിന്റെ ഭാഗമാണ്. ഇനിയിപ്പോൾ സെക്കൻഡറി സെക്ടറിലേക്ക് കടക്കുവാണെങ്കിൽ സെക്കൻഡറി സെക്ടറിലെ പ്രധാനപ്പെട്ട 2 സബ് സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് മാനുഫാക്ചറിങ്ങും രണ്ടാമത്തത് കൺസ്ട്രക്ഷനുമാണ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ സപ്ലൈ ആൻഡ് അതർ യൂട്ടിലിറ്റി സർവീസും സെക്കൻഡറി സെക്ടറിന്റെ ഭാഗമാണ്. സോ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡൈവേർജൻസ് നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. ഓൾ ഇന്ത്യ ലെവലിൽ സെക്കൻഡറി സെക്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സബ് സെക്ടർ എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് ആണ്. സെക്കൻഡറി സെക്ടറിന്റെ ഓവറോൾ കോൺട്രിബ്യൂഷൻ 28.74% ആണെങ്കിൽ 17.33% വരുന്നത് മാനുഫാക്ചറിംഗ് സെക്ടറാണ്. അതിനുശേഷം വരുന്നതാണ് കൺസ്ട്രക്ഷന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 9.05% ആണ്. ഇനിയിപ്പോൾ നേരെ മറിച്ച് കേരളത്തിന്റെ GSVയിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിന് സെക്കൻഡറി സെക്ടറിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് കൺസ്ട്രക്ഷൻ ആണ്, 14.07%. അതിനുശേഷമാണ് മാനുഫാക്ചറിങ് വരുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒരു ട്രെൻഡാണ്, ഓർത്തിരിക്കുക. ഓൾ ഇന്ത്യ ലെവലിൽ GSVയിൽ സെക്കൻഡറി സെക്ടറിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് മാനുഫാക്ചറിങ് സെക്ടർ ആണെങ്കിൽ കേരളത്തിലേക്ക് അടക്കവും ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് കൺസ്ട്രക്ഷൻ സെക്ടറാണ്. ഇനിയിപ്പോൾ സർവീസ് സെക്ടർ, നിങ്ങൾ ടേഴ്സറി സെക്ടറിലേക്ക് വരുമ്പോൾ അതിന് സബ് സെക്ടർസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് ട്രേഡ്, റിപ്പയർ, ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പണൻ്റ് ആണ്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസ് റിലേറ്റഡ് ടു ബ്രോഡ്കാസ്റ്റിംഗ്, ഇതെല്ലാം പ്രധാനപ്പെട്ട ഒരു ടേഴ്സറി സെക്ടർ കമ്പണൻ്റ് ആണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ, റിയൽ എസ്റ്റേറ്റ് ആൻഡ് പ്രൊഫഷണൽ സർവീസസ് ഒക്കെ ഈ പറയുന്ന ടേഴ്സറി സെക്ടറിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ സർവീസസും ഇതിന്റെ ഭാഗമാണ്. കേരളത്തിന് ടേഴ്സറി സെക്ടറിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത്തരം പ്രധാനപ്പെട്ട സബ് കമ്പണൻസ് എന്തൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. ട്രേഡ്, റിപ്പയർ, ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ട്രാൻസ്പോർട്ടും സ്റ്റോറേജ് പോലുള്ള സംഭവങ്ങളുണ്ട്, പിന്നെ ഫിനാൻഷ്യൽ, റിയൽ എസ്റ്റേറ്റും പ്രൊഫഷണൽ സർവീസുകളുണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതർ സർവീസസ് ഉണ്ട്. ഇത് ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഓരോ സെക്ടർ വൈസ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഉള്ള ഷെയർ നോക്കാം. സോ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കാര്യം നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന സെക്ടർ എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറാണ്. 46.30% ആണ് പ്രൈമറി സെക്ടറിന്റെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള എംപ്ലോയ്മെന്റിലുള്ള കോൺട്രിബ്യൂഷൻ. പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് ബേസിക്കലി അഗ്രികൾച്ചർ സെക്ടറാണ്. ഇന്ത്യയുടെ മെയിൻ സ്റ്റേ എന്ന് പറയുന്നത് ഇപ്പോഴും അഗ്രികൾച്ചറാണ്. കാരണം ഇന്ത്യയുടെ വർക്കിംഗ് പോപ്പുലേഷൻ ഓൾമോസ്റ്റ് പകുതി ഇപ്പോഴും അഗ്രികൾച്ചർ റിലേറ്റഡ് അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിലാണ് എംപ്ലോയ് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം കേരളം ഒരു സർവീസ് സെക്ടർ ബേസ്ഡ് എക്കണോമിയാണെന്ന് പലതവണ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കേരളത്തിന്റെ മൊത്തത്തിലുള്ള എംപ്ലോയ്മെന്റിൽ പ്രൈമറി സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 27.30% ആണ്. അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഡോമിനേറ്റ് ചെയ്യുന്ന പ്രൈമറി സെക്ടറിന്റെ കേരളത്തിലുള്ള ഒരു എംപ്ലോയ്മെന്റിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 27.3% ആണ്. ഓൾ ഇന്ത്യ ലെവലിൽ അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 46.3% ആണ്. സോ അത്രയും വ്യത്യാസം കേരളവും ഓൾ ഇന്ത്യ ലെവലുമായിട്ട് നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. സോ ഇപ്പോൾ സെക്കൻഡറി സെക്ടറിലേക്ക് വരുവാണെങ്കിൽ ഓൾ ഇന്ത്യ ലെവലും കേരളത്തിൻ്റെ ലെവലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനാണ് എംപ്ലോയ്മെൻറ്റിലേക്ക് വരുന്നത്. സോ ഓൾ ഇന്ത്യ ലെവലിൽ 23.96% ആണ് എംപ്ലോയ്മെൻറ്റിനുള്ള കോൺട്രിബ്യൂഷൻ എങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്. 24.17% ആണ് സെക്കൻഡറി സെക്ടറിന് എംപ്ലോയ്മെൻറ്റിലുള്ള കോൺട്രിബ്യൂഷൻ. ഇനി അടുത്ത ഡിഫറൻസ് വരാൻ പോകുന്നത് ടേഴ്സറി സെക്ടറാണ്. കേരളം ഒരു ടേഴ്സറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടർ ബേസ്ഡ് എക്കണോമിയാണ്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടേഴ്സറി സെക്ടറിന് ഇന്ത്യ ആസ് എ ഹോൾ എംപ്ലോയ്മെൻറ്റിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 30%, 29.73% ആണ്. നേരെ മറിച്ച് കേരളത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിൻ്റെ പകുതിയോളം എംപ്ലോയ്മെൻറ്റ് വരുന്നത് ഇപ്പോഴും വരുന്നത് ടേഴ്സറി അല്ലെങ്കിൽ സർവീസ് സെക്ടറിലാണ്. കേരളത്തിന് പകുതിയോളം എംപ്ലോയ്മെൻറ്റ് വരുന്നത് 48.53% ആണ് കേരളത്തിൽ ടേഴ്സറി സെക്ടറിന് എംപ്ലോയ്മെൻറ്റിനുള്ള കോൺട്രിബ്യൂഷൻ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ട്രെൻഡുകളാണ്, നിങ്ങൾ ഓർത്ത് വെക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഈ ട്രെൻഡുകളൊന്നും പലപ്പോഴും നോട്ടുകളെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്കഷനിലേക്ക് കടക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിലും കേരളത്തിൻ്റെ ആയ ലെവലിലുമുള്ള GSVയിലും എംപ്ലോയ്മെൻറ്റിലുമുള്ള സെക്ടറൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ പഠിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് കേരളത്തിൻ്റെ ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡിൽ ഓരോ സെക്ടർ വൈസ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്, പക്ഷേ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു ടേബിൾ ഡിസ്കസ് ചെയ്യുവാണ്. സോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കേരള GSV സിൻസ് 2020-21. ഓരോ വർഷത്തിലുള്ള ഒരു മാറ്റങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ട്രെൻഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. കഴിഞ്ഞ ടേബിൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2023-24
ഡാറ്റ പ്രകാരം പ്രൈമറി സെക്ടറിന് കേരളത്തിന്റെ ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ 8.78% ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ ഒരു ടേബിൾ നമ്മൾ കുറേ കൂടെ സ്പെസിഫിക് ആയിട്ട് ഒരു ട്രെൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. 2020-21 മുതലുള്ള ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ 2020-21 പ്രൈമറി സെക്ടറിന്റെ കേരളത്തിന്റെ GSTയിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 10.11% ആയിരുന്നു. അടുത്ത വർഷം 2021-22 കടക്കുമ്പോൾ 9.39 ആയി. അതിനുശേഷമുള്ള വർഷം 2022-23 കടക്കുമ്പം 9% ആയി. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് പ്രകാരം 8.78% ആണ്. സോ ഇതിൽ പ്രധാനമായിട്ടും അഗ്രികൾച്ചർ ആണ് വരുന്നത്. അതേ ട്രെൻഡ് തന്നെയാണ് അഗ്രികൾച്ചറിലും വരുന്നത്. സോ അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടർ അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിൽ കഴിഞ്ഞ 4 വർഷമായി പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടർ കേരളത്തിന്റെ GSTയിലുള്ള കോൺട്രിബ്യൂഷൻ കുറഞ്ഞു വരുവാണ്. സോ കേരളത്തിന്റെ അഗ്രികൾച്ചർ സെക്ടറിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സെക്കൻഡറി സെക്ടറിലേക്ക് നോക്കുവാണെങ്കിൽ സെക്കൻഡറി സെക്ടറിലും ഓവറോൾ ആയിട്ടുള്ള GVA കേരളത്തിന്റെ ഓവറോൾ ആയിട്ടുള്ള ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ കുറഞ്ഞു വരുവാണ്. 2020 ഫിനാൻഷ്യൽ ഇയറിൽ 29.43 ആയിരുന്നെങ്കിൽ അടുത്ത വർഷം 28.36 ആയി. അതിനുശേഷം 27.78 ആയി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2023-24 ഫിനാൻഷ്യൽ ഇയർ പ്രകാരം സെക്കൻഡറി സെക്ടറിന് GSTയിലുള്ള കോൺട്രിബ്യൂഷൻ കേരളത്തിന്റെ GSTയിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 26.97% ആണ്. സോ അതും ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുകയാണ്. സോ കേരളത്തിന്റെ എക്കണോമി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടേഴ്സറി സെക്ടർ ബേസ്ഡ് എക്കണോമിയാണ്. സോ കഴിഞ്ഞ 4 വർഷത്തെ കണക്ക് നോക്കുവാണെങ്കിൽ സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടേഴ്സറി സെക്ടറിന്റെ കേരളത്തിന്റെ GSTയിലുള്ള കോൺട്രിബ്യൂഷൻ വീണ്ടും കൂടുവാണ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. 2020-21 60.46 ആയിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2023-24 ഡാറ്റ പ്രകാരം ടേഴ്സറി സെക്ടറിന് കേരളത്തിന്റെ GSTയിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വീണ്ടും കൂടി 64.25% ആയി. ഇതും പ്രധാനപ്പെട്ട ഒരു ട്രെൻഡാണ്. ഇപ്പോൾ കേരള സ്പെസിഫിക് ആയിട്ട് നോക്കുവാണെങ്കിൽ പ്രൈമറി സെക്ടറിൽ അഗ്രികൾച്ചർ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത്. സെക്കൻഡറി സെക്ടറിലേക്ക് കടക്കുവാണെങ്കിൽ ഞാൻ ഓൾറെഡി ആ ഒരു അനോമാലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നാഷണൽ ലെവലിൽ മാനുഫാക്ചറിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം വരുന്നതെങ്കിൽ കേരളത്തിന്റെ കാര്യത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷനാണ് കൂടുതൽ ഷെയർ വരുന്നത്. അതിനുശേഷമാണ് മാനുഫാക്ചറിങ് വരുന്നത്. ഇപ്പോൾ ടേഴ്സറി സെക്ടറിലേക്ക് നോക്കുവാണെങ്കിൽ നേരത്തെ ടേബിളും ഈ ഒരു ടേബിളും തമ്മിൽ സബ് സെക്ടേഴ്സിന്റെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ടേബിളിനകത്ത് ഫിനാൻഷ്യൽ സെക്ടറും റിയൽ എസ്റ്റേറ്റും പ്രൊഫഷണൽ സർവീസും ഒരുമിച്ചുള്ള ഒരു പെർസെന്റേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു ടേബിൾ ഫിനാൻഷ്യൽ സർവീസസ് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ പ്രകാരം കേരളത്തിന്റെ ടേഴ്സറി സെക്ടറിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് ട്രേഡ്, റിപ്പയർ, ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് എന്ന് പറയുന്ന സബ് സെക്ടറാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ വരുന്നത്. 20.02% ആണ് അതിന്റെ കോൺട്രിബ്യൂഷൻ. അതിനുശേഷം ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ്, ഓണർഷിപ്പ് ഓഫ് ഡ്രില്ലിംഗ് ആൻഡ് പ്രൊഫഷണൽ സർവീസ് എന്ന് പറയുന്ന ഈ ഒരു സബ് സെക്ടറാണ്. 17.8% ആണ് അതിന്റെ കോൺട്രിബ്യൂഷൻ. സോ ടേഴ്സറി സെക്ടറിൽ ഏറ്റവും പ്രധാനപ്പെട്ട സബ് സെക്ടർ എന്ന് പറയുന്നത് ട്രേഡ്, റിപ്പയർ, ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ആണ്. നമ്മൾ ഒരുപാട് ട്രെൻഡുകളും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ പാക്കേജ് നോട്ട്സ് ഫോളോ ചെയ്യുന്നവരും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കാണണം. കാര്യം അതിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഫിഗറേറ്റീവലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള ക്ലാരിറ്റി കിട്ടും. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ടേബിളിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോയിന്റ് ബൈ പോയിന്റ് സ്ലൈഡ്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഫിഗറേറ്റീവലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കാര്യം കുറേ കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം നമ്മുടെ വീഡിയോസിന് വളരെ കുറച്ച് വ്യൂസ് ആണ് കിട്ടുന്നത്. സോ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.